ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ നമ്മളിന്നൊരു VR മാച്ചായിട്ട് വന്നിരിക്കുന്നത്. നമ്മൾ ഇറങ്ങിയപ്പോഴേ നമ്മൾ പൊട്ടാസായിരുന്നു കിട്ടിയത്. പിന്നെ നമ്മൾ ബൈസണിലോട്ട് മാറ്റിയായിരുന്നു. പിന്നെ നമുക്കൊരു AC-ATയും കിട്ടി. AC-ATയും ബൈസണും ഗെയിംസ് നമ്മൾ കയറി വന്ന് ഒരുത്തന്നെ ഒന്ന് അടിച്ച് ഡാമേജ് കൊടുത്തു. നമ്മൾ വേറെ വന്നപ്പോഴത്തേനും അവന് ഫുൾ റെഡ് കൊടുത്ത് നമ്മൾ നോക്കിയിട്ട് അത് രണ്ടുപേരുണ്ടായിരുന്ന അവന്മാർ രണ്ടുപേരും വന്ന കോടങ്ങോട്ട് അടിപ്പിടിച്ചിട്ടുണ്ട്. നമുക്ക് 3 കില്ലായിട്ടുണ്ട്. അതുകൊണ്ട് ദൂരത്തെ ഇതിനെ വണ്ടാ പിടിക്കാൻ നോക്കി അതും കൊണ്ടിരിക്കാം. ഇനിയൊരുത്തം പുറകെ അടിച്ചപ്പോൾ നമ്മൾ ഓരോ നെട്ടായിരുന്നു. വണ്ടാ പിടിക്കാൻ നോക്കി നമ്മൾ കൊണ്ടില്ല. നമ്മൾ തിരിച്ച് കറങ്ങി പോകാമെന്ന് പറഞ്ഞ് പോവുകയാണ്. നമ്മുടെ ടീമേറ്റ് ഡൗണായി. 2 ടീമേറ്റ് ഡൗണായി ഗൈസ്. 2 ടീമേറ്റ് ഡൗൺ ആയിട്ടുണ്ട്. നമ്മൾ ഇരുമിയൊന്നും കാണുന്നില്ല. ഇനി എവിടെ നമ്മളിങ്ങനെ കറങ്ങി അടിച്ച് നോക്കുക. എവിടാടേ എനിമിയൊന്നും ഇവിടെ കാണുന്നില്ല. ഇത് നമ്മുടെ ടീമേറ്റിനെ അടിച്ചിട്ടെടുത്ത് എനിമി ഉണ്ടെന്ന് നമ്മുടെ ടീമേറ്റിനെ ബുക്ക് ചെയ്തിട്ടാണ് അടിക്കാൻ നമ്മൾ കുത്തി പിടിച്ചിരുന്നു. ഫുൾ ഡാമേജ് കൊടുത്ത്. പക്ഷെ അപ്പോഴേക്കും വേറെ അടുത്തേൻ്റെ അടുത്തോട്ട് നമ്മൾ പോയി. പക്ഷെ അവൻ നല്ല രീതിക്ക് നമുക്ക് ഡാമേജ് വേണം. വെസ്റ്റ് പൊട്ടാറായിരിക്കും. നമ്മൾ മാറി ഇന്ന് മെഡടിക്കുകയാണ്. മെഡടിക്കുക ഈരൊക്കെ അടിച്ച് പതുക്കെ കളിക്കാൻ വിചാരിച്ച് 2 മെഡിക്കിറ്റ് അങ്ങ് അടിച്ച് കയറ്റിയിട്ടുണ്ട്. നമ്മളെ അടിച്ച് എനിക്ക് എടുത്ത് ആ ലൂവാണൊക്കെ ഇരിക്കുന്നുണ്ടായി. അവനെ കയറി ഞെട്ടിയാണ് പിടിച്ചു വരും. അവൻ്റെ ഈ മാഗായിരുന്നു കാര്യമായി. എൻ്റെ ഒന്ന് പറ്റില്ല കാര്യം. അപ്പോൾ പുറത്ത് എനിമി സംഭവിച്ചു. ഇപ്പോൾ ഓസ്കാർ ഇട്ട് കയറിയിരുന്നു. നമ്മൾ അവനെ അടിച്ചിട്ട് അവിടെ ടീമേറ്റ് കിട്ടിയെടുത്ത് അങ്ങനെ ഇവിടെ കാലിയായെന്ന് തോന്നുന്നു. നോക്കട്ടെ എന്തൊരു മെറ്റൊക്കെ അടിച്ചു പോവാം. അങ്ങനെ ഒരു ടീമേറ്റ് ഇപ്പോഴും പൊങ്ങിക്കൊണ്ടിരിക്കുക. അവിടെ ടോക്കണില്ല. ചേട്ടാ നമുക്ക് ഉഡ്പിക്കറൊന്നും കിട്ടിയില്ലേ. ഉഡ്പിക്കർ കിട്ടാൻ സെറ്റായി. അവിടെ കൊണ്ട് എനിമി ഉണ്ടെന്നാണ് നമ്മുടെ ടീമേറ്റ് ഇവിടെ മാർക്ക് ചെയ്യുന്നത്. ആ ടീമേറ്റ് നമ്മളങ്ങനെ ബുക്കിയിട്ടുണ്ട്. നമ്മുടെ ക്രാമ്പസാണ് കിറ്റുവിനത് കളിക്കുന്നത്. ക്രാമ്പസിലേക്ക് അവനെ അങ്ങ് അടിച്ചിട്ടിട്ടുണ്ട്. നമ്മുടെ സൈഡ് റോബറോ പൊങ്ങാറായിട്ടുണ്ട്. നമ്മളെന്തെങ്കിലും നേരെ അങ്ങോട്ട് പോവാം. ഇവിടെ ഇനിയൊന്നും കാണുന്നില്ല. തീർന്നില്ല എന്നാണ് എൻ്റെ പ്രതീക്ഷ. എല്ലാവരും എവിടെയെങ്കിലും ഉണ്ട്. ഇനിയുണ്ട്. ഈ 2 പേരും ഞാൻ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മളൊരു കുത്തി പിടിക്കാൻ നോക്കിയാൽ നടന്നില്ല. നമുക്ക് യുവായിട്ട് ഒരു സൂപ്പർ ഇൻഹേലറും ഒക്കെ വലിച്ചിട്ട് നമ്മൾ ഇവരുടെ കില്ലങ്ങ് കൊണ്ടിട്ടുണ്ട്. നമ്മളങ്ങാണ്ട് ഇൻഹേലറൊക്കെ വലിച്ചിട്ട് പുറത്തോട്ട് ഇറങ്ങിയപ്പോഴത്തേനും വേണ്ട ഒരു കില്ലാണ്. നെക്കി അങ്ങ് പിടിച്ചിട്ട് ബ്ലൂവാളൊക്കെ ഇട്ടിട്ടുണ്ട്. പിന്നെ നമ്മുടെ സൂപ്പർ ഇൻഹേലറും വലിച്ച് ആ കില്ലൊക്കെ പിടിച്ചിട്ടുണ്ട്. നമുക്ക് ടോട്ടലിയൊക്കെ 6 കില്ലായി. നമ്മളെ ക്യാമ്പസ് അവിടെ നോക്കിയിട്ടത് പതുക്കെ ലൂട്ടൊക്കെ അടിച്ച് കളിക്കാൻ വിചാരിച്ച്. ഇവിടെ എനിമൊന്നും ഇല്ലെന്നാണ് തോന്നുന്നത്. എനിമി തപ്പി നടക്കുകയാണ്. ഇനിയൊന്നും കാണില്ല. നമുക്ക് 10.7 റേറ്റിംഗ് ഉണ്ട്. ഇതാണ് നമ്മൾ ചെയ്യുന്നത്. മറ്റേ പ്ലെയർ ഹിസ്റ്ററി പോയിട്ട് സാധനം. അതുകൊണ്ടാണ് അങ്ങനെ ആകില്ല. നമ്മൾ ആ സമയത്ത് റെക്കോർഡൊന്നും ചെയ്യുന്നത് ലാഗ് അടിക്കുന്നത്. അതിനനുസരിച്ച് സ്കാനറിലൊരു എനിമി അവിടെ കാണിക്കുന്നു. അപ്പോൾ നമ്മുടെ സ്റ്റീവിൻ്റെ അടുത്ത് എനിമി. സ്റ്റീവിനകത്ത് കിറ്റുകളൊക്കെ കളിക്കുന്നത്. ഈ കിറ്റുകളൊക്കെ ഇവിടെ ഡൗൺ ആയിട്ടുണ്ട്. നമ്മൾ ആ എനിമയെ എത്തി പിടിച്ച് കൊന്നു. പൊക്കിയിട്ടിട്ടുണ്ടായിരുന്നു. അതൊരു സൂപ്പർ ഇൻഹേലറൊക്കെ വലിച്ച് നേരെ കയറിപ്പോയി. എനിമി വല്ലതും ഉണ്ടെന്ന് നോക്കാൻ. ഇവിടെങ്ങും ആരെയും കണ്ടിട്ടിപ്പം. അത് നമ്മളെ പുറകിൽ നിന്നൊരു സിമെൻറ്റ് കിട്ടി നമുക്ക് കണ്ടിട്ടേ നമ്മൾ പിന്നെ തിരിച്ച് അടിക്കണ്ടല്ലോ എന്ന് വിചാരിച്ച് നമ്മളൊന്നൊരു ഗ്ലൂ ഒക്കെ ഇട്ടൊരു മെഡൊക്കെ അടിച്ച് എന്നിട്ട് നമ്മൾ തിരിഞ്ഞങ്ങോട്ട് പോകുമായിരുന്നു. അപ്പോൾ ഇവിടെ ഒരു എനിമി ഇപ്പോഴൊന്നും കണ്ടില്ല ഗൈസ്. ആ ടീമേറ്റിൻ്റെ അടുത്തോട്ട് നമ്മൾ പോവുക. നമ്മുടെ സൈഡ് റോവറോ ഒരു എനിമി അടിച്ചിട്ട് നമ്മൾ കറങ്ങി നോക്കുക ഇവിടെ കണ്ട എനിമി ഉണ്ടോന്ന്. എനിമി കണ്ട അപ്പം കിട്ടിപ്പിടിക്കും. ഇവിടെ കണ്ട് എനിമി ഉണ്ടോ നമ്മുടെ കൂട്ടുകാരൻ പറഞ്ഞായിരുന്നു. നമ്മൾ ആനയെ അടിക്കാൻ വേണ്ടി അങ്ങോട്ട് കയറിയതാണ്. നമ്മൾ ഒരു കാര്യം കണ്ടില്ല. നോക്കുമ്പോൾ അവിടെ അടുത്തുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ എങ്ങനെയൊക്കെ ഹെഡ് അടിക്കാൻ നോക്കിയിട്ട് ഒന്നും നടക്കുന്നില്ല. അവസാനം നമ്മൾ നേഴ്സിട്ട് അങ്ങോട്ട് കയറി ചെന്ന് വെച്ച്
അവിടെ ആണെങ്കിൽ അവനാണ് ഹിപ്പലൈൻ ഉപയോഗിച്ച് അങ്ങോട്ട് പോകാനായിട്ട് നോക്കുക. അവനാണ് ഹിപ്പലൈൻ ഉപയോഗിച്ച് അങ്ങോട്ട് പോയപ്പോഴത്തേന് എസ് മണ്ട പിടിക്കാൻ നോക്കി. പിന്നെ നമ്മൾ കുത്തിയാൻ കുടിച്ച് അങ്ങനെ നോക്കു വിട്ട് നമ്മളും ആ ഹിപ്പലൈൻ ഉപയോഗിച്ച് അവനെ ഫിനിഷ് ചെയ്യാൻ വേണ്ടി അങ്ങോട്ട് പോയി. ഹിപ്പലൈൻ നോട്ട് അടിയും കൊണ്ടില്ല. പക്ഷെ നമ്മൾ ഇറങ്ങിയിട്ട് അവനെ അടിച്ച് ഫിനിഷ് ആക്കിയിട്ടുണ്ട്. ലൂട്ട് ബോക്സിന് വല്ലതും കിട്ടുമോ നോക്കാൻ വേണ്ടി. അങ്ങനൊന്നും ഇല്ലായിരുന്നു. നമ്മളെ സ്റ്റീവ് ഇവിടെ വന്നിട്ടുണ്ട്. ഇവിടെ അങ്ങനെ എനിമി ഉണ്ടോ നമ്മൾ നോക്കുക. ഇവിടെ എനിമിയൊന്നും കണ്ടില്ലായിരുന്നു. ഇവിടെ ഇപ്പം ഫ്രണ്ടി ഒരുത്തനുണ്ട്. അവനൊരു വണ്ടാൻ പിടിക്കാൻ നോക്കി. അത് കൊണ്ടില്ല. അതിൽ നിറം എടുത്താൽ കിട്ട്. അവനെ അടിക്കാൻ വേണ്ടി കയറി അവനെ തിരിച്ച് വന്നിട്ടുണ്ട്. അത് ശ്രദ്ധിച്ചടിച്ചു. നമ്മൾ അകത്ത് കയറി സേഫായിട്ട് മെഡ് ചെയ്യാനായിട്ട് അങ്ങോട്ട് കയറിയിരുന്നു. സൂപ്പർ മെഡൊന്നും ഇല്ലായിരുന്നു. അതുകൊണ്ട് നമ്മൾ നോർമൽ മെഡൊക്കെ അടിച്ച് പ്രിപ്പയറൊക്കെ ചെയ്തു. ഒരു ഹിറ്റ് ലിസ്റ്റ് ഇട്ട് നമ്മളവിടെ അവിടെ നിന്ന് ലൂട്ട് വല്ലതും ഉണ്ടോ നോക്കി. നമ്മൾ പുതിയ വീട്ടിൽ അങ്ങനെ ഉണ്ടോ ഇങ്ങനെ വീടൊന്നും നോക്കിയായിരുന്നു. നമ്മൾ ഹിറ്റ് ലിസ്റ്റ് വണ്ടി കണ്ടു. പക്ഷേ അവനാണെങ്കിൽ ദൂരെ സോണിനകത്തോട്ട് കയറി പോയിരുന്നു. ഇവിടെ ഒരു എനിമിയെ നമ്മൾ കാണുന്നില്ല. നമുക്ക് ഇനി ഹിറ്റ് ലിസ്റ്റിന് അടിക്കാൻ കഴിയത്തില്ല. ആ ഹിറ്റ് ലിസ്റ്റ് ആണെങ്കിൽ സോൺ കുതിറാന്ന് തോന്നുന്നുണ്ട്. നമ്മളെ ഹിറ്റ് ഫ്ലാഷ് ആണെങ്കിൽ ഒരു വണ്ടി എടുത്ത് അവൻ്റെ പുറവെ പിടിച്ച് വിടി. സോണോട്ടി പോയാലും കൊല്ലിയൊന്നും പറഞ്ഞ് നമ്മളെ ഹിറ്റ് ഫ്ലാഷ് ഏതാ. നമ്മൾ തിരിച്ചെന്തായാലും മണ്ടയ്ക്കോട്ട് കയറുക. ഇവിടെ ഒരു എനിമിയെ കാണാത്തുണ്ട്. ഇവിടെ ഒരുത്തനുണ്ടായിരുന്നു. നമ്മൾ കൊന്നിട്ട് ഇനി കയറി. ഇവിടെ ഇനി എനിമി ഉണ്ടോ നമ്മളെ നോക്കാനായിട്ട് അവളിങ്ങനെ ഓടിക്കൊണ്ടിരിക്കുമായിരുന്നു. നമ്മളിവിടെ സ്റ്റീവ് ഉണ്ട്. നമ്മളെ ഫ്രണ്ട് സ്റ്റീവ് ഉണ്ട്. അവൻ്റെ പുറകിൽ പോകാമെന്ന് വിചാരിച്ചു. എൻ്റെ ഡ്രസ്സ് എങ്ങനെ ഉണ്ടെന്ന് നിങ്ങൾ റേറ്റ് ചെയ്യണം ഗൈസ്. 5ൽ നിങ്ങൾ എത്ര മാർക്ക് കൊടുക്കും? കമൻറ്റ് ബോക്സിൽ ഇടുക. നിങ്ങൾ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബും ചെയ്യാൻ ഒരിക്കലും മറക്കരുത്. പിന്നെ നമ്മളൊരു 100 സബ്സ്ക്രൈബർ ആകുമ്പം നിങ്ങൾ ആരെങ്കിലും ഈ റോബ്ലോക്സ് കളിക്കുന്നുണ്ടെങ്കിൽ പറയണം. നമ്മളൊരു ഗീവ് അവേ നടക്കുന്നതാണ്. ഒരു 100 സബ്സ്ക്രൈബർ ആകുമ്പോൾ നമ്മൾ ഒരു ക്യാൻഡി ചിക്കലട്ടേറ നമ്മൾ ഗീവ് അവേ കൊടുക്കും. ആരെങ്കിലും പ്രൈവറ്റ് ഉണ്ടെങ്കിൽ നമ്മൾ അതിനകത്ത് കയറി നമ്മൾ ഗീവ് അവേ കൊടുക്കുന്നതാണ്. അങ്ങനെ ഒരാളെ റാൻഡമായിട്ട് അങ്ങ് സെലക്ട് ചെയ്യും. എന്നിട്ട് നമ്മൾ ഗീവ് അവേ കൊടുക്കും. ഭാഗ്യവാൻ ആരാണോ? കമൻറ്റ് ബോക്സ് ഫുള്ളിട്ടോ. കമൻറ്റ് ബോക്സ് എല്ലാം ഇട്ടോ. കമൻറ്റ് ബോക്സ് ഫുള്ളിട്ടോ. പേരിട്ടോ. റോബ്ലോക്സിൽ യൂസർ നെയിം ഇട്ടാൽ മതി. നിങ്ങളുടെ യൂസർ നെയിം. നമ്മളെന്തായാലും ഇവിടെ ഇനി ഉണ്ടായതുകൊണ്ട് നമ്മൾ ഓട്ടോ ഓടിച്ച് പോയതാണ്. ഈ ഓട്ടോ ഓടിക്കാൻ വലിയ പാടാണ്. അതുകൊണ്ട് നമ്മൾ ഓട്ടോ ഒക്കെ വിട്ട് വണ്ട പിടിക്കാമെന്ന് പറഞ്ഞ് ഇങ്ങോട്ട് വണ്ട പിടിച്ച് ശ്രമിച്ചിട്ട് ഒരടി കൊണ്ടില്ല. പിന്നെ നമ്മൾ കുത്തി പിടിച്ച് അങ്ങനെ അവൻ ഫുൾ ഡാമേജ് കൊടുത്തിട്ട് നമ്മളിതിനകത്തോട്ട് കയറി വരുന്നത്. നമ്മൾ സൂപ്പർ നീലറൊക്കെ വണ്ടിയിട്ട് അതാണ്ട് ഇവള് പടകം പിടിച്ചോണ്ടിരിക്കുന്നത്. നമ്മളൊരു ഒറ്റണ്ടാക്കി ഒരുപാട് നേരം എടുത്ത് നമ്മൾ പിന്നെ ഒരു ഓറിയാണ് വെച്ചു. പിന്നെ അവളെ പിടിച്ച് നമ്മൾ പിടിച്ചത് കൊന്നു. പിന്നെ ഒരു ഓറിയ വെച്ചത് നമ്മളിവിടെ യൂവാളം ഇട്ട് മെഡ് അടിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പോഴാണ് ഇത് ഇൻവിസിബിൾ വന്ന് അവളെ പൊക്കുന്നത്. അപ്പോൾ അവനെ അടിക്കാൻ ഒരു തവണ ഗ്ലൂ എടുത്തിട്ട് അപ്പോൾ അവളവിടെ മെഡിക്കൽ ഇട്ടുകൊണ്ടിരിക്കുമായിരുന്നു. അവളെ നോക്കുമ്പോൾ നമ്മൾ ഒരു ഗ്ലൂ ഇട്ട് അവളെ ഫിനിഷ് അടിച്ചു. നമ്മളൊരു സൂപ്പർ നീലറും വലിച്ച് മറ്റേ ബിൽഡിങ്ങോടെ ഫിനിഷ് അടിച്ചു. നമുക്ക് ടോട്ടൽ ഇപ്പോൾ 11 ഇല്ലായിട്ടുണ്ട്. നമ്മളെ സ്റ്റീവിനോട് നമ്മൾ നിൽക്കാൻ പറഞ്ഞു. അവനാണ് എൻ്റെ നേരത്തെ ചടിപ്പോകാൻ നടക്കുന്നത്. അവളങ്ങനെ നമുക്ക് അടിക്കാൻ പറ്റിയില്ല. നമ്മൾ തിരിച്ച് അവനെ അടിക്കാൻ വേണ്ടി അങ്ങോട്ട് പോകുമായിരുന്നു. അടിക്കാൻ പറ്റുമെന്ന് നോക്കാം കേസ്. ഇവിടെ അവനെ കണ്ടില്ല. അപ്പം നമ്മൾ വണ്ടി എടുക്കാൻ അങ്ങോട്ട് പോകുമായിരുന്നു. അപ്പം നമ്മളെ കൂട്ടുകാരൻ പറഞ്ഞു ഇനി ഇരിക്കും. നമ്മളങ്ങോട്ട് നമ്മുടെ സ്റ്റീവിനടുത്ത് ഇനി ഉണ്ടായിരുന്നു. നമ്മൾ അവൻ്റെ വില്ല് പോകുമ്പോൾ വേണ്ടി അങ്ങോട്ടൊക്കെ നിന്നു. ഇവന് സപ്പോർട്ട് കൊടുക്കാൻ വേണ്ടി നമ്മൾ അങ്ങോട്ട് പോകുന്നു. നമ്മൾ നമ്മുടെ ഓരോ വെച്ചിട്ട് വേറെ പിടിച്ച് കൊള്ളാറുണ്ട്. നമുക്ക് ടോട്ടൽ ഇപ്പോൾ 12 ഇല്ലായിരുന്നു. നമ്മൾ നേരെ ഇങ്ങനെ കൊല്ലാമെന്ന് തോന്നി അത് പൊക്കാൻ നോക്കിയായിരുന്നു. പക്ഷെ പറ്റിയില്ല. നമ്മളെന്തായാലും നൈസായിട്ട് കളിച്ചെടുക്കാൻ പറ്റാതെ നമ്മുടെ ടീമേറ്റിനെ പൊക്കി ഒരു ഗ്ലൂ ഒക്കെ ഇട്ട് മെഡൊക്കെ അടിച്ചു. അല്ല ഇന്നേലൊക്കെ അടിച്ചിട്ട് പതുക്കെ കളിക്കാൻ വേണ്ടി നമ്മൾ സൂപ്പർ ഇന്നേലറും വലിച്ച് നമ്മൾ ഒരു ബെഡൊക്കെ അടിച്ച്
കളിക്കുന്നത്. നമ്മളെന്തായാലും നൈസായിട്ട് എൻ്റെ ഗ്ലൂ കെട്ടിക്കുന്ന സാധനം എടുത്ത് വലിച്ചെറിഞ്ഞു. ഗ്ലൂ കെട്ടി അതിന് നമ്മൾ അവനെ അടിച്ചിട്ട് ഗ്ലൂ കെട്ട് നമുക്ക് ഫോണിലോട്ട് കയറണം. അപ്പോൾ വേറെ ഒരു ലീവ് കൂടെ ഉണ്ടായിരുന്നു. പക്ഷേ നമ്മൾ അവനെ അടിക്കാതെ ഈ ബൈക്ക് എടുത്ത് പോകും. നമുക്കൊരു സ്പീഡ് കിട്ടിയിട്ടുണ്ട്. നമ്മുടെ ടീമിൻ്റെ അകത്ത് നമ്മളവനെ കൊക്കൈ നമ്മളെ സ്കൂട്ടർ എടുത്ത് അവരുടെ പുറകിൽ വീണ്ടും ഉണ്ടായിരുന്നു. നമ്മളതിന് മൈൻഡ് ചെയ്യാൻ പോയി. കാരണം ഫോണിൽ കയറി നല്ല ഡാമേജ് ആയിരുന്നു. നമ്മൾ ഫോണിൽ കയറി 22 അലയാണ് ഞങ്ങളത് അവിടെ അടുത്ത് മറന്നു തുടങ്ങുന്നില്ല. അങ്ങനെ നോക്കിയില്ല, നമ്മളെ ശ്രദ്ധിച്ചില്ല. തീർച്ചയായിട്ടും നമ്മളിപ്പം നമ്മുടെ സ്ഥലത്തിൻ്റെ പേര് തുടങ്ങി പോച്ച് നോക്കിയിലെത്തിയിട്ടുണ്ട്. നമ്മുടെ ടീമിൻ്റെ അടുത്ത് ടോക്കണൊക്കെ എടുത്തിട്ട് പവറായിട്ട് അങ്ങോട്ട് ബൂസ്റ്റൊക്കെ അടിച്ച് തന്നു. എനിമി എവിടെ നോക്കുക. ഇതൊരടി വണ്ടാ പിടിച്ച് കൊന്നു. ശരിയായി വണ്ടാ പിടിച്ച് കൊന്നിട്ടുണ്ട്. ഇപ്പം ആ ടീമിലേക്ക് നമ്മൾ പൊക്കം ചെന്നപ്പോഴേക്കും അവൻ ചത്ത്. എങ്ങനെ ചത്തൊന്നും എനിക്കറിയത്തില്ല. അതിന് 3/4 HP ഉണ്ടായിരുന്നു. പിന്നെ എങ്ങനെ ചത്തൊന്നും എനിക്കറിയത്തില്ല. ആ ടീമേറ്റ് കിടക്കുന്ന അലറുക. അവൻ തോണിപ്പോയി പൊക്കം അപ്പോൾ നമ്മളെന്തോ ചെയ്തു, നമ്മൾ ഈ ബൈക്ക് എടുത്ത് പൊക്കാൻ പോയെന്ന് തോന്നുന്നു. നമ്മൾ ബൈക്ക് എടുത്ത് പൊക്കാൻ പോയി. പക്ഷേ പൊക്കിയെന്ന് തോന്നുന്നു. പൊക്കി ആ ബൈക്ക് എടുത്ത് നമ്മൾ പൊക്കി. ബൈക്ക് എടുത്ത് നമ്മൾ ബൈക്കൊന്നും എടുക്കാതെ നമ്മൾ ബൈക്ക് എടുത്ത് പൊക്കി വിട്ട് ആ സമയത്ത് ഒരു മുഖം എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനൊരു ഓറിയൊക്കെ ഇട്ട് ഫോണിൽ കയറാനായിട്ട് അങ്ങോട്ട് പോകായിരുന്നു. നമ്മളെന്തായാലും അവനൊന്നും കാണാതെ ഒരു ഗ്ലൂവാളൊക്കെ ഇട്ടിട്ട് പോവാം, നമ്മളെ സ്റ്റീവിന് സപ്പോർട്ട് കൊടുക്കാൻ വേണ്ടി. അവിടെ ഒരു സാധനം കിട്ടിപ്പോകുന്നു, എൻ്റെ റോബോട്ടിൻ്റെ കണക്കുള്ള. അത് പൊട്ടിക്കാൻ വേണ്ടി ഞാൻ ഇഷ്ടം കണക്കിന് കഷ്ടപ്പെട്ടു. നിങ്ങൾ കണ്ടോളി. അത് കാണാൻ ഇപ്പോൾ ഒരടി അടിച്ച് നമ്മളൊരു ഗ്ലൂ ഇട്ട്. ഞാൻ വിചാരിച്ചത് ഇനി അടിച്ചായിരുന്നു. അല്ല, ഇപ്പോൾ റൈറ്റിൽ നിന്നല്ലേ അടി കിട്ടിയത്. അല്ല, പിന്നെയും ഒരു ഗ്ലൂ ഇട്ട് അത് പൊട്ടിക്കാൻ വേണ്ടി. പിന്നെ അവസാനം ഇത് പൊട്ടിച്ച്. നമ്മുടെ തറയിൽ ഒരു ഇനിമി ഉണ്ടായിരുന്നു. അവനാണെങ്കിൽ ബൈക്കിനെ എതിരിട്ട് പോലുമില്ല. ഓൻ്റെ ഗിൽഡ് കൊണ്ടുപോയി എൻ്റെ ടീമേറ്റ്. ചോദിച്ചപ്പോൾ പറയുക ചുമ്മാ കോപ്പിട്ടൊന്ന് അടിച്ചപ്പോഴത്തേനും കുടുങ്ങിയെന്ന്. അത് എൻ്റെ തെറ്റല്ലല്ലോ എന്ന് പറഞ്ഞു. എന്തോ ചെയ്യാനാണ്. നമ്മുടെ ടീമേറ്റ് നമ്മൾ തെറ്റിലടിക്കുന്നുണ്ടായിരുന്നു. നമ്മുടെ ഫ്രണ്ട്സിലുള്ള സ്റ്റീവ് ഒരു ടീമങ്ങ് വൈപ്പടിച്ചു. നമ്മൾ ഇവിടുത്തെ ഒരുത്തനെ ഫുൾ ഡാമേജ് കൊടുത്തിട്ട് അവനങ്ങ് ഓടിക്കും. നമ്മളങ്ങനെ വെറുതെ കിടക്കില്ലല്ലോ. നമ്മൾ തിരിഞ്ഞോടി അവനെ അടിക്കാനായിട്ട് തിരിഞ്ഞോടി ചെന്നിട്ട് അവനെ പുറവിൽ നിന്ന് നമ്മൾ അടിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവനെ ടീമങ്ങ് വൈപ്പടിച്ച് വിട്ടു. നമുക്ക് ടോട്ടലി ഇപ്പോൾ 15 കില്ലായിട്ടുണ്ട്. ഓറിയിട്ടാണ് കളിക്കുന്നത്. ഓറിയണൊക്കെ സീനാണ്. ഒരു നോക്കിടുക ഓറിയിടുക, ഒരു നോക്കിടുക ഓറിയിടുക, അത്രേ ഉള്ളൂ. ഓറിയണോ മിഗോലും ഒക്കെ ഇട്ട് കളിച്ചാൽ മതി. മിഗോലും ഇടക്കാം. മിഗോലും ഇട്ടാതെ പോയി കഴിഞ്ഞാൽ പിന്നെ കഴിക്കും. ഓറിയിടാം ചേട്ടിട്ടുണ്ടെങ്കിൽ ഇനിയുണ്ട്. ഞാൻ നമ്മളവനെ അടിക്കാനായിട്ട് നോക്കിയതാണ്. അപ്പോൾ ലെഫ്റ്റിൽ എടുത്ത് അടിച്ച് മോശപ്പെട്ടൊക്കെ ചാടിക്കൊന്ന് അടിച്ചിട്ട് നോക്കിയതാണ്. അത് ഞാൻ അറിയാതെ അടിയതാണ്. നമ്മളെ ഗ്രാമത്തിൽ അടി കിട്ടുന്നുണ്ട്. നമ്മുടെ ഗ്രാമത്തിൽ നെറ്റ് പോലും അവിടെ നമ്മുടെ സ്റ്റീവങ്ങ് കുത്തിപ്പിടിച്ച് നമ്മുടെ ഗ്രാമത്തിനെ വെട്ടി വിടാനായിട്ട് നോക്കുമ്പോൾ ഇപ്പനാണെങ്കിൽ റഷ് അടിച്ച് വന്നപ്പോഴത്തേനും അവനെ നമ്മൾ കുത്തിപ്പിടിക്കാൻ പോന്നിട്ടുണ്ട്. നമ്മളിതിനെ നമ്മൾ പൊക്കി വിട്ട്. പക്ഷേ അവൻ മെഡടിക്കട്ടെന്ന് അറിയുമോ. ഈ നെറ്റ് പോയി. ഇപ്പോൾ നെറ്റ് പോയി. അവൻ അനങ്ങാതിരിക്കുന്നുണ്ടോ. നെറ്റ് പോയി. അങ്ങനെ നമ്മളിവിടെയുള്ള എനിമി ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. അവനെ ഗ്ലൂവാളിനകത്ത് ഞാൻ എന്നോട് പറഞ്ഞ ഗ്ലൂവാൾ കിട്ടില്ല. ഞങ്ങൾ അടിക്കാനായിട്ട് നോക്കിയാൽ കൊണ്ടില്ല. നമ്മളങ്ങനെ നോക്കായി. പക്ഷേ നമ്മളെ പൊക്കി നമ്മളെ പൊക്കി അവനൊരു ഗ്ലൂവാൾ കിട്ടി. ഞാനൊരു ഗ്ലൂവാൾ കിട്ടി. നമ്മളൊരു സൂപ്പർ കണ്ടങ്ങ് അടിച്ചു. സൂപ്പറിനെ കളിച്ചു. അപ്പോൾ നമ്മളങ്ങോട്ട് നോക്കുക ഇവിടെ അവനെ അടിക്കാൻ പറ്റുമല്ലോ. അത് കൊണ്ടുപോയി ഗ്ലൂവാളാണ് ഉള്ളത്. നമ്മളിവിടെ ഒരു ഹെഡ്ഷോട്ട് അടിക്കുകയാണ്. പക്ഷേ അവൻ ചത്തില്ല. 162 ഭയങ്കര ലോങ് ആയതുകൊണ്ട് അതിനെത്ര റേഞ്ച് കിട്ടിയില്ല. അപ്പോൾ അവൻ ചത്തില്ല. ഇവൻ പൊട്ടിക്കുന്നുണ്ട്. നല്ല ആണെങ്കിൽ ഗ്ലൂ പൊട്ടിക്കുന്നുണ്ട്. അടിയും കിട്ടുന്നുണ്ട് ആവശ്യത്തിന്. സൈഡ് റോബ്രോയും ഇറങ്ങിപ്പോയി, കിച്ചു ക്ലാഷും ഇറങ്ങിപ്പോയി. 2 പേരും ഇറങ്ങിപ്പോയി. ക്യാമ്പസ് ആണെങ്കിൽ എപ്പോഴും ഇറങ്ങിപ്പോകണോ. നൈസായിട്ട് അവിടെ ഒരു വണ്ടി കിടപ്പുണ്ടായിരുന്നു. നമ്മൾ ആ വണ്ടി എടുക്കാൻ വേണ്ടി അങ്ങോട്ട് ഓടിയതായിരുന്നു. അപ്പോഴത്തേനുമാണ് നമ്മൾ ഈ വണ്ടി അങ്ങ് പൊട്ടിച്ചതാകുന്നത്. അപ്പം ഞാൻ ഇവിടെ ചത്തു. അപ്പം നമ്മൾ ടീം അങ്ങ് അവിടെ വൈപ്പായി. ഇപ്പം അവൻ ചാവും. കണ്ട കേസ് നമ്മുടെ ടീം അങ്ങനെ അവിടെ വൈപ്പായി പോയി.
എന്തോ ചെയ്യാനാ. അപ്പോൾ എന്തായാലും ലൈക്ക് ചെയ്യാത്തവർ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഇതേപോലത്തെ ശരിയായ വീഡിയോയ്ക്കായി ലൈക്ക് ചെയ്യുക ഗൈസ്. നിങ്ങൾ എന്നിട്ട് നിങ്ങളുടെ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ യൂസർ നെയിമും കൂടെ ചെയ്യണം കേട്ടോ. ബൈ.